ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. അമ്മയുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ കണ്ടാലോ. നെടുങ്കാട് ശ്രീ മുത്താരമ്മ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാലാർപ്പിക്കാൻ വരുന്ന ഭക്തജനങ്ങൾ രാവിലെ 10-15 മുമ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരേണ്ടതാണ്. മീനവന്റെ മഹോത്സവം 9ാമത് ദിവസമായി ഇന്ന് പൂജകൾ വഴിപാടായി നടത്തുന്നത് വിശേഷ. ഇതിപ്പോൾ കരമനയിലെ നെടുങ്കാട് എന്ന സ്ഥലത്താണ് എൻ്റെ അമ്മയുടെ വീട്. അമ്മയുടെ അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണിത്. ഞങ്ങൾ പണ്ടുകാലം അമ്മ കുഞ്ഞായിരുന്ന സമയത്തേ അമ്പലത്തിൽ പോകാറുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ നാളായി ഞങ്ങൾ അമ്മ മരിച്ചതിന് ശേഷമൊക്കെ യാത്രകൾ പലതും ഒഴിവാക്കി. പക്ഷേ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് മുടങ്ങാതെ അമ്പലത്തിൽ പോയി പൊങ്കാലയിടും. അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ പോയി അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിക്കും. അങ്ങനെ നല്ലൊരു ഓർമ്മയാണ് നമ്മുടെ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ. ഞങ്ങൾക്ക് പൊങ്കാല മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആൻറ്റിക്ക് എല്ലാ തവണയും തെരളിയും മണ്ടപ്പുറ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത് ആൻറ്റിക്ക് ഒത്തിരി സമയമാകും. അപ്പോൾ ഞങ്ങൾ 10-15 പൊങ്കാല. അതുകൊണ്ട് മോർണിംഗ് 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അങ്ങനെ ആൻറ്റി തെരളിക്കും മണ്ടപ്പുറ്റിനും ഒക്കെ മാവ് കുഴച്ചു. അങ്ങനെ ഇപ്പോൾ ഞങ്ങളിതേ തെരളി ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെരളിയുടേതെല്ലാം സെറ്റാക്കി ആദ്യം വേവിക്കാൻ വച്ചതിന് ശേഷം രണ്ടാമത് മണ്ടപ്പുറ്റിൻ്റെ മാവൊക്കെ കുഴക്കാം എന്നാണ് നമ്മുടെ ഐഡിയ. അങ്ങനെ ഇതേ ആദ്യത്തേത് റെഡിയായി. ഇപ്പോൾ ഇതേ മണ്ടപ്പുറ്റിൻ്റെ പരിപാടികൾ നടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഏകദേശം ഞങ്ങൾ കഴിഞ്ഞപ്പോൾ സമയമായി. റോഡൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട് അത്യാവശ്യം. അതെ, ഞാൻ നല്ലൊരു പുതിയ മൺകലമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ ഞങ്ങൾ വെള്ളം എടുത്ത് വച്ചപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങി തറ മുഴുവനും വെള്ളമായി കേട്ടോ. അപ്പോൾ തന്നെ ശരിക്കും ഞങ്ങൾക്ക് വിഷമമായി. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ വാങ്ങിയത് പൊട്ടിയ ചട്ടിയാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ അടുത്തെങ്ങും വാങ്ങാനും കിട്ടത്തില്ലല്ലോ. അതെ, അപ്പോഴാണ് എൻ്റെ മാമൻ പറഞ്ഞു, ഇതിൻ്റെ അടിയിൽ നമ്മൾ ചുണ്ണാമ്പ് തേച്ചാൽ അതിൻ്റെ ആ ചോർച്ച നിൽക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കിയാൽ എവിടെയെന്ന് വെച്ചാൽ ഹോള് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ ഓക്കെ നോക്കാം, ചിലപ്പോൾ പുകയടിക്കുമ്പോൾ അതിൻ്റെ ഹോളൊക്കെ മാറും എന്ന് സങ്കല്പിച്ചു. വെള്ളമൊക്കെ മാറ്റി വെച്ചു. പൊങ്കാലയ്ക്ക് സമയമാകുമ്പോൾ വെള്ളം അതിലോട്ട് ഒഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിതേ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ നാടാണിതെന്ന്. സോ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ കസിൻസും അങ്ങനെ എല്ലാവരും കാണാനൊക്കെ വന്നു. എല്ലാവരും വിശേഷങ്ങളും തിരക്കുകയും കുറേ നാളായി കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലായിട്ടോ. அப்படியே அழகுடன் எம்பெருமானை வலம் வந்து திருமணம் செய்ய வேண்டும் என்று ஆசையோடு மகிழாசை வலம் செய்துவிட்டு வந்து கொண்டிருக்கின்றாள். എനിക്ക് തോന്നുന്നു ഈ വില്ലടിച്ചാൻ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്താരമ്മൻ ക്ഷേത്രത്തിലാണ് ഉത്സവത്തിന് ഇങ്ങനെ കൂടുതലായി കാണുന്നത്. മറ്റു അമ്പലങ്ങളിലൊന്നും ഇത് കാണാറില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഒരു പഴയ കലാരൂപമല്ലേ, കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. പൊങ്കാല ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതെ രാവിലെ പോയത്. പക്ഷേ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് പടച്ചോറ് കിട്ടി നിവേദ്യമായിട്ട്. പടച്ചോറെന്ന് പറഞ്ഞാൽ ദേവിക്കുണ്ടാക്കി നിവേദിക്കുന്ന സദ്യയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം കിട്ടി. ഞങ്ങൾ അതും കഴിച്ചു. പൊങ്കാല സമയമായി. ഇപ്പോൾ ഞങ്ങൾ പൊങ്കാല അടുപ്പിന് തീ കൊളുത്താൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. അങ്ങനെ ഞങ്ങളിതാ പൊങ്കാല അടുപ്പിന് തീ കൊളുത്തിയിട്ടുണ്ട്. പൊങ്കാല അടുപ്പിലേക്ക് തീ കത്തിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുറേ സമയം അത് നമുക്ക് വളരെയധികം എനിക്ക് റിസ്ക്കായിട്ട് തോന്നും. കാരണം എല്ലാ അടുപ്പിലെയും പുകയും തീയും എല്ലാം കൂടി നമുക്ക് പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
പിന്നെ ഇതേ മാമൻ ഞങ്ങൾക്ക് കുറേ സഹായമൊക്കെ ചെയ്ത് അമ്പലത്തിലെ കാര്യങ്ങളുമായിട്ട് അങ്ങനെ നടക്കുകയാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ കൂടി സഹായിച്ചു. അങ്ങനെ നല്ല രീതിയിൽ പൊങ്കാലയ്ക്ക് തീയൊക്കെ കത്തുകയാണ്. കഴിഞ്ഞ തവണ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയപ്പോൾ എൻ്റെ പൊങ്കാല തിളച്ച് കളഞ്ഞില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു. ഇതിപ്പോൾ എൻ്റെ കസിൻസാണ് കേട്ടോ. അവർ ഓപ്പോസിറ്റ് സൈഡിലാണ്. അവരും അങ്ങനെ പുകയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ പോയിട്ട് ഇതുവരെ അവർ നേരിട്ട് പോയി സംസാരിക്കേണ്ട സമയം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇനി പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം അവരെ പോയി കാണാൻ വേണ്ടിയിട്ട്. കലാപരിപാടികൾ, അന്നദാനം, ഉത്സവ സംബന്ധമായ സംഭാവനകൾ, പരസ്യം എന്നിവ നൽകിയ വ്യക്തികൾക്കും സ്ഥാപന ദേവി നാമധേയത്തിൽ ഉത്സവ കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പൊങ്കാല തുടങ്ങി കുറച്ച് സമയമൊക്കെ ആകുമ്പോൾ എല്ലാവരും ക്ഷീണിക്കുമല്ലോ. ആ സമയം തന്നെ നല്ല ജ്യൂസ് വിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മുക്കുട്ടിയെ കൊണ്ടുപോയതിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. നമുക്ക് വെള്ളമൊക്കെ വാങ്ങിത്തരണം, നമുക്ക് കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ചെയ്യണം. ഇതൊക്കെയാണ് അമ്മുക്കുട്ടിയുടെ ആ സമയത്തെ ജോലി എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, ആറ്റുകാല് പൊങ്കാല തിളച്ച് കളയാത്തതിൻ്റെ ഭയങ്കര ടെൻഷനിലാണ് ഞാൻ. അതുകൊണ്ട് ഇന്നിപ്പോൾ എൻ്റെ പൊങ്കാല തിളച്ച് കളയോ ഇല്ലയോ എന്നിങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും പൊങ്കാല അടുപ്പ് ഇങ്ങനെ പതിയൊക്കെ പൊങ്ങി നിറഞ്ഞ് കുറച്ചങ്ങോട്ട് കളഞ്ഞു കേട്ടോ. അപ്പോൾ കിട്ടിയ ഒരു സന്തോഷമുണ്ടല്ലോ. പൊങ്കാലയ്ക്ക് വന്നപ്പോൾ നമ്മൾ നിർവൃതി അടഞ്ഞു എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ഫീലാണ് കേട്ടോ പൊങ്കാല തിളച്ച് കളയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പൊങ്കാല തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് ശർക്കരയും തേങ്ങയും പഴവും ഒക്കെ ഇടേണ്ട തിരക്കിലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് ഒരുക്കി വയ്ക്കാം. ഇതിപ്പോൾ എല്ലാ ഉത്സവത്തിനും ഇങ്ങനെ ഒരു കുടവും പിടിച്ച് എൻ്റെ മാമൻ ഇങ്ങനെ നടപ്പുണ്ടായിരിക്കും കേട്ടോ, ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ. ഇതെന്ന് പറഞ്ഞാൽ പൊങ്കാല പിരിവൊന്നും അല്ല. എല്ലാ ഉത്സവത്തിനും വരുന്ന ഓരോ പൊങ്കാല അടുപ്പിനും ആൾക്കാർക്ക് ഓരോ പൊങ്കാല അടുപ്പിനും ഓരോ കൂപ്പൺ നൽകും. എന്നിട്ട് പൊങ്കാല കഴിയുന്നതിന് തൊട്ട് മുമ്പ് നറുക്കെടുപ്പ് നടത്തും. ഇത്തവണ അതുപോലെ ഞങ്ങൾക്കും കൂപ്പൺ കിട്ടി. 2 കൂപ്പണാണ് കിട്ടിയിരുന്നത്. ഫസ്റ്റ് പ്രൈസ് സ്വർണ്ണക്കമ്മലാണ്, പിന്നെ ബാക്കി 50 പേർക്ക് സാരിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇത്തവണ ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ പൊങ്കാലയൊക്കെ ഇട്ട് ആ ഗ്യാപ്പിൽ നേരെ 1-2 വീടുകളിൽ പോയി കുറച്ച് ചെടികളൊക്കെ സംഘടിപ്പിച്ചു. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് കാറിൽ പോയപ്പോൾ നോക്കി വെച്ചിട്ടാണ് പോയത്. പൊങ്കാല കഴിഞ്ഞിട്ട് പോയി ചോദിക്കാം, കിട്ടിയാൽ കിട്ടിയല്ലോ. അങ്ങനെ ഇത് റിലാക്സേഷൻ ടൈമാണ്. എൻ്റെ അമ്മയും അമ്മയുടെ കൂട്ടുകാരും ഒക്കെ സംസാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീണ്ടും ഒന്ന് മീറ്റ് ചെയ്തു. കാരണം ഇപ്പോൾ നിവേദ്യത്തിന് ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ നിവേദ്യം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, നല്ല തിരക്കായിരിക്കും. അതിനു മുമ്പ് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തീർക്കണ്ടേ നമുക്ക്. അങ്ങനെ ഞങ്ങളുടെ പൊങ്കാലയൊക്കെ നിവേദിച്ചു. ഇപ്പോൾ ഏകദേശം 2:15 മണി എങ്ങാണ്ടോ ആണ്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്. അടുത്ത വർഷവും ഈ പൊങ്കാല ദിവസം നമുക്ക് ഇവിടെ ക്ഷേത്രത്തിൽ എത്താനും പൊങ്കാല അർപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.